ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളുമായിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ ഫംഗ്ഷന് പോയിരുന്നു. അവിടെ നിന്ന് കുടിച്ചതാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ കാറ്ററിംഗുകാരോട് ചോദിച്ചപ്പോൾ അവർ നമുക്ക് റെസിപ്പി പറഞ്ഞു തന്നതാണ്. വളരെ ടേസ്റ്റായിട്ട് തോന്നി, അതുപോലെ തന്നെ കഴിച്ചാലും വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ 1-2 ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുനാരങ്ങ വേണം. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര വേണം. ഇവിടെ ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തണ്ണിമത്തൻ അഥവാ കുമ്മട്ടി എന്നൊക്കെ പറയുന്നതാണ്. അതൊരു ചെറിയ പീസ് മതി. ഇത്രയും മതിയാവും. ഇപ്പോൾ ഞാനൊരു 3 ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി വേണം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ പഞ്ചസാര. ഞാനിവിടെ 8 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാനത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത തണ്ണിമത്തൻ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം നല്ലോണം ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, ഒരു 10-15 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ദേ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുത്തത്. ഇതൊന്ന് നമ്മുടെ ഇഞ്ചിയും സാധനങ്ങളൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് 3 കപ്പ് ജ്യൂസ് ഇതിൽ നിന്നും കിട്ടും. ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അരിച്ചെടുക്കൊന്നും വേണ്ട, കാരണം നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ ഈ ജ്യൂസ് അടിച്ചെടുത്തത്. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 2 ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ട, നമ്മൾ ആ ഐസ് ക്യൂബൊക്കെ ഇട്ട് അടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പത നമുക്ക് കിട്ടിയത്. കണ്ട, നല്ല പതയായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെന്താണെന്നൊന്നും സത്യം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ടിപ്പ് എന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ ലൈം ജ്യൂസ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞാണ് ഇവിടെ ഒഴിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കയ്പ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ചില കടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഭയങ്കര ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിത് മുഴുവനോടെ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നത് കൊണ്ടാണ്. അതായത് അഥവാ നമ്മൾ മുഴുവനോടെ പിഴിയാതെ ഒഴിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആ തൊലിയും ആ വെള്ള പോർഷനൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ജ്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് കഴിക്കും, നമ്മൾ നാരങ്ങ ഉപയോഗിക്കുന്ന ജ്യൂസുകളൊക്കെ കഴിക്കും. അതുപോലെ തന്നെ ഓറഞ്ച് ആണെങ്കിലും ഒക്കെ നമ്മൾ അടിച്ച ഉടനെ കുടിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ള പോർഷൻ ഇല്ലെങ്കിൽ നമുക്ക് നല്ല മധുരമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഈ ഒരു ജ്യൂസ് നമ്മൾ കുറേ നേരം എടുത്തു വെച്ചാലൊന്നും കയ്പ്പ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതൊരു ടിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് അടിക്കുമ്പോൾ നല്ലൊരു പതയും തിക്നെസ്സും ഒക്കെ നമ്മുടെ ജ്യൂസിന് കിട്ടും. ഒരു നല്ല റിച്ച് ഫീലിംഗ് ആയിരിക്കും ജ്യൂസിന് ഉണ്ടാവുക. സാധാരണ നമ്മൾ നാരങ്ങ വെറുതെ പഞ്ചസാര ഇട്ട് കലക്കുന്നത് പോലെയല്ല, നല്ലൊരു തിക്കായിട്ടുള്ള ജ്യൂസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമുക്കിത് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഗസ്റ്റിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വയറിനും വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഇഞ്ചിയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബെറി.